ചെണ്ടവാദ്യത്തിൽ ഒരുമിച്ച് അരങ്ങേറാൻ അമ്മയും മകളും. ബംഗളൂരു കമ്മസാന്ദ്രയിലെ കലാവാദ്യം അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് കൾച്ചറാണ് അരങ്ങേറ്റത്തിന് വേദി ഒരുക്കുന്നത്. കലാവാദ്യം ഇക്കുറി വേദിയിലെത്തിക്കുന്നതിൽ മറ്റൊരു അപൂർവത കൂടി ഉണ്ട്. പതിനൊന്ന് വർഷം മുമ്പ് ബംഗളൂരുവിൽ പ്രവർത്തനം തുടങ്ങിയ കലാവാദ്യം കൂട്ടായ്മയാണ് ഇക്കുറി ഒരു അപൂർവതയ്ക്ക് വേദിയൊരുക്കുന്നത്. ഒരധ്യാപകന് കീഴിൽ ഒരുമിച്ച് പരിശീലിച്ച അമ്മയും മകളും ഒരുമിച്ച് തന്നെ ചെണ്ടയിൽ അരങ്ങേറ്റം കുറിക്കുകയാണ് ഇത്തവണ. ഷിബിലയും മകൾ വേദികയും. വേദികയെ കുഴൽ പഠിപ്പിക്കാൻ എത്തിച്ചതാണ് ഷിബില. അടുത്ത പഠനം രണ്ടുപേരും ഒരുമിച്ചായി. അമ്മേനെ കൂടെ പഠിക്കുമ്പോൾ ഒരു രസമുണ്ട്. എന്നാലേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊരു ഇൻട്രസ്റ്റും എല്ലാം ചെയ്യാനൊരു ഇൻട്രസ്റ്റും കൂടുതൽ ആളുള്ളപ്പോൾ ഒരു രസമുണ്ട്. അരങ്ങേറ്റം കുറിക്കുന്ന 19 പേരിൽ 2 പേർ കൂടിയുണ്ട് വ്യത്യസ്തരായിട്ട്. 68-കാരൻ രാംകിഷോറും മരുമകൻ മഹേഷും. ചെണ്ട പഠിക്കാൻ തീരുമാനിച്ച മഹേഷ് ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ കൂടെ കൂട്ടിയതാണ് ഭാര്യാപിതാവിനെ. ഒറ്റ വിളിയെ വേണ്ടി വന്നുള്ളൂ. തനിച്ച് എൻറോൾ ചെയ്യുമ്പോൾ ഒരു മടി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫാദറിനുള്ള മൃദംഗം പഠിക്കണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചെണ്ടയും കൂടി പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ആളൊന്നും ചിന്തിച്ചില്ല. അപ്പം തന്നെ പറഞ്ഞു, പിന്നെ തുടങ്ങാൻ നമുക്ക് ചേരാമെന്ന് പറഞ്ഞു. തൃശൂർ പെരുവനം ശൈലിയിൽ ഇവരെ അഭ്യസിപ്പിച്ചത് ധീരജ് എടാട്ട് എന്ന തൃശൂർക്കാരനാണ്. IT ജോലിയുടെ സമ്മർദ്ദം ഒഴിവാക്കാൻ വന്നവർ മുതൽ വാദ്യത്തോടുള്ള ആരാധന മൂത്ത് എത്തിയവർ വരെയുണ്ട് കൂട്ടത്തിൽ. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അത് പഠിക്കാനുള്ള ക്ഷമയുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോൾ അത് പതുക്കെ പതുക്കെ അതിലേക്ക് ലയിച്ചു കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുക. വെറുമൊരു നേരം പോക്ക് മാത്രമല്ല ധീരജ് എടാട്ടിന്റെ ശിഷ്യന്മാർക്ക് വാദ്യപഠനം. ഗുരുവിനൊപ്പം ബംഗളൂരുവിലെ വിവിധ അയ്യപ്പ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്കും വാദ്യമേളത്തിന്റെ ഈറ്റില്ലമായ തൃശൂരിലെ വിവിധ ക്ഷേത്രങ്ങളിലെ ആഘോഷങ്ങളിലും പ്രൊഫഷണലായി തന്നെ പങ്കെടുക്കാറുണ്ട് ഈ സംഘം. PN ഉണ്ണികൃഷ്ണനൊപ്പം CK രാജീവൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഒന്ന് നൃത്തം പഠിക്കണം, പാട്ട് പഠിക്കണം, വാദ്യം പഠിക്കണം, വീണ പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുകയും തനിക്കത് അസാധ്യമാണെന്ന് സ്വയം വിധിച്ച് പഴിച്ചു കഴിയുകയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ല മാതൃകയാണ് ഇപ്പോൾ കണ്ട CK രാജീവൻ നൽകിയ റിപ്പോർട്ട്. സമയം കഴിഞ്ഞിട്ടില്ല. മോഹങ്ങളെ ഉള്ളിലൊതുക്കാതെ അത് പ്രാവർത്തികമാക്കാൻ ഒറ്റയ്ക്ക് ശ്രമിക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ ചേർക്കുക. ഇതൊക്കെ ഒരു മാനസിക ഉല്ലാസത്തിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലതാണ്. കലയെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് പഴമക്കാർ പറയുന്നത്. നല്ല സജീവമായ